കഴിഞ്ഞ വർഷങ്ങളായി PSC എക്സാമുകളിൽ ചോദിച്ചിരിക്കുന്ന ഫിസിക്സുമായി ബന്ധപ്പെട്ട കുറേയധികം ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് കമ്പനി ബോർഡ് എൽജിസുമായി ബന്ധപ്പെട്ട ഷുവർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ന്യൂക്ലിയർ ബലം, ഓപ്ഷൻ ബി വിസ്കസ് ബലം, ഓപ്ഷൻ സി ഗുരുത്വാകർഷണ ബലം, ഓപ്ഷൻ ഡി വൈദ്യുതകാന്തിക ബലം. ഓപ്ഷൻ ബി വിസ്കസ് ബലമാണ് സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമല്ലാത്തത്. അടുത്ത ചോദ്യം നോക്കാം. ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിലെ ഫേസ് ലൈനിനെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി കറുപ്പ്, ഓപ്ഷൻ സി നീല, ഓപ്ഷൻ ഡി ചുവപ്പ്. ഏതാണ് ഫേസ് ലൈനിനെ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ചുവപ്പാണ്. ന്യൂട്രൽ ലൈനെ സൂചിപ്പിക്കുന്നത് കറുപ്പാണ്. എർത്ത് ലൈനെ സൂചിപ്പിക്കുന്നത് പച്ചയാണ്. അടുത്ത ചോദ്യം നോക്കാം. തെർമൽ പവർ സ്റ്റേഷനുകളിൽ നീരാവി ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഓപ്ഷൻ എ നാഫ്ത, ഓപ്ഷൻ ബി ലിഗ്നൈറ്റ്, ഓപ്ഷൻ സി കൽക്കരി, ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാമാണ്. കാര്യം തെർമൽ പവർ സ്റ്റേഷനുകളിൽ സ്റ്റീം ഉൽപ്പാദിപ്പിക്കാൻ, അതായത് നീരാവി ഉൽപ്പാദിപ്പിക്കാൻ നാഫ്തയും ലിഗ്നൈറ്റും കൽക്കരിയും എല്ലാം ഉപയോഗിക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ കോൺകേവ് ദർപ്പണം, ഓപ്ഷൻ ബി കോൺവെക്സ് ദർപ്പണം, ഓപ്ഷൻ സി സിലിണ്ട്രിക്കൽ ദർപ്പണം, ഓപ്ഷൻ ഡി സ്പെറിക്കൽ ദർപ്പണം. ആൻസർ ഓപ്ഷൻ എ കോൺകേവ് ദർപ്പണമാണ് സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കാം. ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിൻ്റെ യൂണിറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ Nm²/kg, ഓപ്ഷൻ ബി Nm/kg, ഓപ്ഷൻ സി Nm²/kg², ഓപ്ഷൻ ഡി N/kg. ആൻസർ ഓപ്ഷൻ സി Nm²/kg² ആണ്. അടുത്ത ചോദ്യം. ദ്വിതീയ മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണപ്പെടുന്ന നിറം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ചുവപ്പ്, ഓപ്ഷൻ ബി വയലറ്റ്, ഓപ്ഷൻ സി പച്ച, ഓപ്ഷൻ ഡി മഞ്ഞ. ആൻസർ ഓപ്ഷൻ ബി വയലറ്റ് ആണ് മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണപ്പെടുന്ന നിറം. അടുത്ത ചോദ്യം. ഒരു ദ്രാവകം അതിദ്രാവകമായി മാറുന്ന താപനില എങ്ങനെ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ആൽഫ പോയിൻ്റ്, ഓപ്ഷൻ ബി ലാംഡ പോയിൻ്റ്, ഓപ്ഷൻ സി ഡെൽറ്റ പോയിൻ്റ്, ഓപ്ഷൻ ഡി ക്രിട്ടിക്കൽ താപനില. ആൻസർ ഓപ്ഷൻ ബി ലാംഡ പോയിൻ്റ് ആണ്. ഒരു ദ്രാവകം അതിദ്രാവകമായി മാറുന്ന താപനില പറയപ്പെടുന്നത് ലാംഡ പോയിൻ്റ് എന്നാണ്. അടുത്ത നോക്കാം. ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ് ചോദിച്ചിരിക്കുന്നത്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഏതാണ്? പ്ലാസ്മാവസ്ഥയിലാണ് ഇടിമിന്നൽ കാണപ്പെടുന്നത്. ഇടിമിന്നലിൻ്റെ ദ്രവ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പ്ലാസ്മാവസ്ഥയാണ്. അടുത്ത നോക്കാം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതെന്നാണ് ചോദിക്കുന്നത്? ഓപ്ഷൻ എ പ്രകീർണനം, ഓപ്ഷൻ ബി അന്തരീക്ഷ അപവർത്തനം, ഓപ്ഷൻ സി വിസരണം, ഓപ്ഷൻ ഡി പ്രതിപതനം. ഓപ്ഷൻ ബി അന്തരീക്ഷ അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ഇത് ചോദിച്ചിരിക്കുന്ന 3-4 പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണിത്. അതുകൊണ്ട് ഇത് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മർദ്ദത്തിന് യൂണിറ്റ് അല്ലാത്ത ഏതെന്നാണ് ചോദിക്കുന്നത്? ഓപ്ഷൻ എ വെബർ, ബി ബാർ, സി ടോർ, ഡി പാസ്കൽ. ഏതാണ്? വെബറാണ്. കാര്യം മറ്റേതെല്ലാം ബാറും ടോറും പാസ്കലൊക്കെ മർദ്ദത്തിൻ്റെ യൂണിറ്റുകളാണ്. വെബർ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റാണ്. അതായത് മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബാറും ടോറും പാസ്കലൊക്കെ ചേരുന്നതാണ്. അടുത്തത് നോക്കാം. സൂര്യപ്രകാശമേൽക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂഗുരുത്വവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? തെറ്റായത് ഓപ്ഷൻ 3 മാത്രമാണ്. അതായത് ഓപ്ഷൻ ബി 3 മാത്രം. ഭൂ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ പോകുമ്പോൾ ഗ്രാവിറ്റിയുടെ മൂല്യം കൂടുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് തെറ്റാണ്. ഓപ്ഷൻ ബി 3 മാത്രമാണ് തെറ്റായത്. അടുത്തത് നോക്കാം. താഴെ പറയുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആണവ ഇന്ധനം, പ്രകൃതിവാതകം, ഫോസിൽ ഇന്ധനം, ഭൗമതാപോർജ്ജം. ഏതാണ്? ഭൗമതാപോർജ്ജം അഥവാ ജിയോ തെർമൽ എനർജിയാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമല്ലാത്തത്. അടുത്ത ചോദ്യം. ഒരു ദ്രാവകം അതിദ്രാവകമായി മാറുന്ന താപനില എങ്ങനെ അറിയപ്പെടുന്നു? നേരത്തെ പറഞ്ഞാണ്. ഓപ്ഷൻ ബി ലാംഡ പോയിൻറ്റിനെയാണ് അതിദ്രാവകമായി മാറുന്ന താപനില അറിയപ്പെടുന്നത്. അടുത്ത നോക്കാം.
വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ്, ഓപ്ഷൻ ബി കോൺകേവ് ലെൻസ്, ഓപ്ഷൻ സി ബൈഫോക്കൽ ലെൻസ്, ഓപ്ഷൻ ഡി സിലിണ്ടറിക്കൽ ലെൻസ്. ഏതാണ്? ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസാണ് ഹാൻഡ് ലെൻസിൽ ഉപയോഗിക്കുന്ന ലെൻസ്. അടുത്ത ചോദ്യം, വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്? ബാഷ്പീകരണം, സാന്ദ്രീകരണം, ദ്രവീകരണം, ഘനീഭവിക്കൽ. ഓപ്ഷൻ ബി സാന്ദ്രീകരണമാണ് വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയ. അടുത്തത് നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, ഇടിമിന്നൽ ദ്രവ്യത്തിന് ഏതവസ്ഥയിലാണ്? ഓപ്ഷൻ ഡി പ്ലാസ്മ. അടുത്ത ചോദ്യം, ദ്രവീകരണ ലീനതാപത്തിൻ്റെ SI യൂണിറ്റ്. ദ്രവീകരണ ലീനതാപത്തിൻ്റെ SI യൂണിറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജൂൾ, ഓപ്ഷൻ ബി ജൂൾ പെർ കെൽവിൻ, ഓപ്ഷൻ സി ജൂൾ പെർ കിലോഗ്രാം, ഓപ്ഷൻ ഡി ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. ആൻസർ ഓപ്ഷൻ സി ജൂൾ പെർ കിലോഗ്രാം ആണ്. അടുത്ത ചോദ്യം, ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണ് സമർത്ഥിപ്പിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ എ ഐൻസ്റ്റീൻ, ബി ന്യൂട്ടൺ, സി മൈക്കിൾ ഫാരഡെ, ഡി റൂദർഫോർഡ്. ഓപ്ഷൻ എ ഐൻസ്റ്റീൻ ആണ് അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. മൈക്കിൾ ഫാരഡെ വൈദ്യുതിയുടെ പിതാവാണെന്നുള്ള കാര്യം മറക്കരുത്. അടുത്തത് നോക്കാം. നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രതിഭാസം അന്തരീക്ഷ അപവർത്തനമാണ്. അടുത്ത ചോദ്യം, ഒരു സർക്യൂട്ടിലെ നേരിയ കറൻറ്റിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്നാണ് ചോദിക്കുന്നത്. അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, ഗാൽവാനോമീറ്റർ, വാട്ട്മീറ്റർ. ഏതാണ്? ഗാൽവാനോമീറ്ററാണ്. അമ്മീറ്റർ വൈദ്യുതിയുടെ അളവ് കണ്ടുപിടിക്കുമെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. ചോദ്യം ശ്രദ്ധിക്കണം, കറൻറ്റിൻ്റെ സാന്നിധ്യവും ദിശയും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ദിശയും അറിയാനായിട്ട് ഗാൽവാനോമീറ്റർ ഉപയോഗിക്കും. അടുത്ത ചോദ്യം, താഴെ പറഞ്ഞതിൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത്? നേരത്തെ ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ എ വെബറാണ്. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജ്ജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? ഫോട്ടോ ഇലക്ട്രിക്, ഫ്യൂഷൻ പ്രവർത്തനം, ഡോപ്ലർ എഫക്റ്റ്. ഏതാണ്? ഫ്യൂഷൻ ഇലക്ട്രിക് പ്രവർത്തനമാണ് സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജ്ജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം. ഫ്യൂഷൻ പ്രവർത്തനമാണ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? വോൾട്ട് ആണോ, ഓം ആണോ, ആംബിയർ ആണോ, വാട്ട് ആണോ? ഏതാണ്? ഓപ്ഷൻ സി ആംബിയർ ആണ്. ഓം റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്. വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. അതുകൊണ്ട് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംബിയർ ആണ്. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്നതിൽ പ്ലവക്ഷമ ബലം അഥവാ ബിയോണ്ട് ഫോഴ്സ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഏതിലാണ്? ശുദ്ധജലം, മണ്ണെണ്ണ, ആൽക്കഹോൾ, ഉപ്പുവെള്ളം. ഓപ്ഷൻ ഡി ഉപ്പുവെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം, ഐസ് ഉരുകുന്ന താപനില ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐസ് വെള്ളം ഉരുകുന്ന താപനില എന്ന് പറയാൻ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? അന്തരീക്ഷത്തിൽ നിന്നല്ല, കരപദാർത്ഥങ്ങളിൽ നിന്നാണ്. കരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? ഓപ്ഷൻ എ ചാലനം, ഓപ്ഷൻ ബി സംവഹനം, ഓപ്ഷൻ സി വികിരണം, ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ എ ചാലനം വഴിയാണ് കരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, രാസോർജ്ജം വൈദ്യുതോർജ്ജമാകുന്ന ഒരു ഉപകരണം ഏതാണ്? സൗരസെൽ, ജനറേറ്റർ, മോട്ടോർ, ബാറ്ററി. ഓപ്ഷൻ ഡി ബാറ്ററിയാണ് രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്ന ഒരു ഉപകരണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും കമ്പനി ബോർഡ് എൽജിസുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.